ഗാസയിൽ ഹമാസിനെ നിരായുധരാക്കാനുള്ള ഇസ്രായേലിന്റെ നടപടി പുരോഗമിക്കുമ്പോൾ തന്നെ ഹമാസ് ആകട്ടെ ഗാസയിലേക്ക് അത്യാധുനിക ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇവർ ഇത് ഗാസയിലേക്ക് കടത്തുകയും ചെയ്യുകയാണ്. എന്നാൽ ഭീകര സംഘടനയുടെ നിരായുധീകരണത്തിനുള്ള ആവശ്യമാകട്ടെ അമേരിക്ക ഉപേക്ഷിക്കുമെന്ന അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തീവ്രവാദ സംഘം സമീപ ആഴ്ചകളിൽ ആയുധം ശേഖരിക്കുവാനും അത് വ്യക്തമാക്കാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിലും യമനിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും സംഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. പിന്നീടാകട്ടെ ഗാസ മുനമ്പ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹമാസ് അവ സൂക്ഷിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ഹമാസിന്റെ സൈനിക വൽക്കരണത്തിന്റെയും ഗാസ മുനമ്പിന്റെ ഭാവി ഭരണത്തിന്റെയും ആ ഒരു വിശദാംശങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എൻക്ലേവ് പുനർനിർമ്മിക്കുന്നതിന് അനുകൂലമായി തന്നെ ഹമാസിനെ നിരായുധരാക്കാൻ ആഹ്വാനം ചെയ്യുന്ന സമയത്താണ് സമാധാന പദ്ധതിയിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും പിന്മാറാൻ ശ്രമിക്കുന്നത് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഗുരുതരമായ ഇത്തരമൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. അനായാസമോ കഠിനമായതോ ആയ ഏതൊരു മാർഗത്തിലൂടെയും ഹമാസിനെ നിരായുധരാക്കുമെന്ന് ആവർത്തിച്ചുറപ്പിച്ചായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യവും അത് തന്നെയാണ് എന്നതും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഗാസയെ സൈനിക മുക്തമാക്കുവാനും അതുപോലെ തന്നെ പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ നെതന്യാഹു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യുദ്ധാനന്തര പുനർനിർമ്മാണം, സാമ്പത്തിക വീണ്ടെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ഗാസയിൽ സമാധാന ബോർഡ് സ്ഥാപിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ അംഗീകരിക്കുന്ന UN സുരക്ഷാ സമിതി ആ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിന് ഒരു ദിവസം മുൻപായിരുന്നു നെതന്യാഹു ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 20 ദിന പദ്ധതി ആയാലും മറ്റെന്തായാലും തന്നെ ഈ പ്രദേശം സൈനിക മുക്തമാക്കുമെന്നും ഹമാസിനെ നിരായുധരാക്കും അത് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല വെടിനിർത്തലുമായുള്ള ട്രംപിന്റെ 20 ഘട്ട പദ്ധതി ഗാസയെ സൈനിക മുക്തമാക്കുവാനും അതുപോലെ ഹമാസ് നിരായുധരാകുമെന്ന് ഉറപ്പാക്കുവാനും ആവശ്യപ്പെടുന്നതാണ് എന്നതും സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ വ്യവസ്ഥ ഹമാസ് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് തന്നെ എവിടെയും പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ഇസ്രായേലിന്റെ ഒരു എതിർപ്പ് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവരുടെ ഈ ഒരു എതിർപ്പിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പാലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതോടുകൂടി തന്നെ അത് പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ ധനമന്ത്രി കൂടിയായ വ്യക്തി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ അതിലെ അംഗങ്ങളെല്ലാം തന്നെ നെതന്യാഹുവിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് മറുപടിയായാണ് പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള എതിർപ്പിനെ കുറിച്ച് നെതന്യാഹു ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ആവർത്തിച്ച് പറയുന്നത്. മറ്റു മന്ത്രിമാരും പാലസ്തീൻ രാഷ്ട്ര പദവിയോടുള്ള തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. US പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ പാലസ്തീൻ പോരാളികളുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ജീവിച്ചിരിക്കുന്ന അവസാന 20 ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൊല്ലപ്പെട്ട 20 പേരിൽ മിക്കവരും അവരുടെ മൃതദേഹങ്ങളായിട്ട് അല്ലെങ്കിൽ ജീവനറ്റ ശവശരീരങ്ങളായിട്ടാണ് അവർ വീട്ടിലേക്ക് എത്തിയതെന്നതാണ് അല്ലെങ്കിൽ ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് എത്തിയതെന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.